ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. മലയാളത്തിൻ്റെ നടന വിസ്മയം മോഹൻലാലിൻ്റെ ദൃശ്യവിസ്മയം ബറോസ്. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തി. അപ്പോൾ FDFS തന്നെ കാണുവാനായിട്ട് ഉള്ള അവസരം ലഭിച്ചു. അപ്പോൾ ബറോസിനെ കുറിച്ച് നോക്കുമ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാം. കാരണം 3D എക്സ്പീരിയൻസ്, അതായത് 3D ക്ലാസ് വെച്ചാണ് പടം കണ്ടത്. അപ്പോൾ സ്ക്രീനിൽ നിന്നും ഇങ്ങനെ കണ്ണെടുക്കുവാനായിട്ട് തോന്നുകയില്ല. ആ രീതിയിൽ ഇങ്ങനെ വിഷ്വലൈസേഷനും കാര്യങ്ങളും സിനിമാറ്റോഗ്രാഫിയൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. സന്തോഷ് സിബനാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചില സീൻസൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ ആ കടലിൻ്റെ ചില സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. ചില സീൻസൊക്കെ ഇങ്ങനെ പാമ്പൊക്കെ ഇങ്ങനെ വരുന്ന സീൻസൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ 3D ക്ലാസ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിന് നേരെ വരുന്ന പോലെയൊക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അതൊക്കെ വളരെ അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു മനോഹരമായൊരു റിച്ച് വിഷ്വൽസ്, അല്ലെങ്കിൽ ടെക്നിക്കൽ വൈസ് സിനിമ വേറെ ലെവലാണെന്ന് പറയാം. കാരണം 2024 സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു നല്ലൊരു വർഷമായിരുന്നു. ജനുവരി തൊട്ടിപ്പം ഡിസംബർ വരെ ഭൂരിഭാഗം സിനിമകളും വിജയിച്ചു. ഒന്നിനൊന്നിന് വെറൈറ്റി സിനിമകൾ അല്ലെങ്കിൽ പുതിയ അറ്റംപ്റ്റുകൾ ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു പുതിയൊരു അറ്റംപ്റ്റായിട്ടാണ് എനിക്കിത് തോന്നിയത്. ലാലേട്ടൻ വിചാരിച്ചാൽ ലാലേട്ടന് സിനിമകൾ സംവിധാനം ചെയ്യാവുന്നതാണ്. പക്ഷേ അദ്ദേഹം അതിന് മുതിരാതെ ഒരു ഒരു ഇന്നോവേഷനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ അറ്റംപ്റ്റ് രീതിയിൽ ഉള്ള സിനിമ സെലക്ട് ചെയ്തതിന് ലാലേട്ടന് ഹാറ്റ്സ് ഓഫ്. അപ്പോൾ ഏതായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ക്രിസ്മസ് ആയിട്ട് ലഭിച്ചതെന്ന് പറയാം. കാരണം ടെക്നിക്കൽ വൈസും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വൗ ഫാക്ടർ ഇങ്ങനെ ഉളവാക്കും തിയേറ്ററിൽ. കുട്ടികൾക്കും ഫാമിലിക്കുമൊക്കെ ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലാലേട്ടനെ കുറിച്ച് നോക്കുമ്പോൾ അഭിനേതാവ് നമുക്കറിയാം, കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് ഇങ്ങനെ മലയാള സിനിമയെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതിൻ്റെ ഡയറക്ടർ എന്ന രീതിയിലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ സിനിമ എടുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ലൊരു ഡയറക്ഷനായിട്ടാണ് തോന്നിയത്. കാരണം റിച്ച് സീക്വൻസും റിച്ച് വിഷ്വൽസും കാര്യങ്ങളും നല്ല സിനിമാറ്റോഗ്രാഫിയും എല്ലാം കൂടെ നമ്മളിങ്ങനെ ബറോസിനിങ്ങനെ സ്വിച്ച് ഓൺ ചെയ്ത് നിർത്തുന്നതെന്ന് പറയാം. ബറോസ് ലാലേട്ടനെ കൂടാതെ മറ്റ് അഭിനേതാക്കൾ കൂടുതലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങളാണ്. നമുക്ക് അവരുടെ ഒന്നും പേരുകൾ അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല. വിദേശത്തു നിന്നുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും ഉള്ളത്. പിന്നെ ക്ലൈമാക്സിലൊരു സംഭവമുണ്ട്. ക്ലൈമാക്സിലൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക. ക്ലൈമാക്സിലൊരു സർപ്രൈസ് അതൊരിക്കലും വിചാരിച്ചില്ല. ക്ലൈമാക്സിൽ ഇങ്ങനെ ഒരു സർപ്രൈസ് വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. കാരണം ഈ ചിത്രത്തിന് ഒന്നാമത് ഹൈപ്പ് കുറവായിരുന്നു. ഈ ചിത്രത്തിനെക്കുറിച്ച് അധികം വിവരങ്ങളൊന്നും ആരും പുറത്തു വിടാത്തത് കൊണ്ട് അതൊന്നും നേരത്തെ സ്പോയിലായില്ല. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ഒരു ബൗ ഫാക്ടർ എന്നിൽ ഉളവാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ മോഹൻലാലും ആ കുട്ടിയും തമ്മിലുള്ള ഇസബെല്ല, സിനിമയിലെ കഥാപാത്രം ഇസബെല്ല, ആ കുട്ടിയും തമ്മിലുള്ള സീനുകളൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ആന്റണി പെരുമ്പാവൂരുണ്ട്. ആന്റണി പെരുമ്പാവൂർ ഒരു സീനിൽ ഇങ്ങനെ കുടുകുടാ ചിരിപ്പിച്ചു. അപ്പോൾ അതൊക്കെ വളരെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ മിന്നൽ മുരളിക്കകത്തെ സോമസുന്ദരം അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ റോള് വളരെ നന്നായിട്ട്, ഒരു കോമഡി കഥാപാത്രം പോലെ അദ്ദേഹത്തിൻ്റെ റോളും വളരെ മനോഹരമായിട്ട് ചെയ്തു. മൊത്തത്തിൽ നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടൈം പാസിനായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, വളരെ എൻഗേജിങ് ആയിരുന്നു, ലാഗില്ലായിരുന്നു. നമ്മളിങ്ങനെ പിടിച്ചവിടെ ഇരുത്തുമായിരുന്നു. ഒരു ചിത്രകഥകളൊക്കെ വായിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ അടുത്തെന്തായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളവിടെ പിടിച്ചിരുത്തുമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ച് ലാഗായി, അവിടെ ഇവിടെയൊക്കെ ലാഗായി. ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ആ ത്രില്ലും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കുറഞ്ഞു. അതാണ് ചിത്രത്തിന് പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫും പോയിരുന്നെങ്കിൽ ചിത്രം വേറെ ലെവലായേനെ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ചെറിയൊരു, അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ചിടത്തോളം പടം സെക്കൻഡ് ഹാഫിൽ പുറകോട്ട് പോയി. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്, ക്ലൈമാക്സിലെ സർപ്രൈസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഒരു ലാഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം ടെക്നിക്കൽ വൈസും കാര്യങ്ങളൊക്കെ സിനിമ വളരെ മികച്ചു നിൽക്കുകയാണ്. കാരണം മലയാള സിനിമ ഇങ്ങനെയൊക്കെ സംഭവിക്കും, മലയാള സിനിമയ്ക്ക് ഇത്തരം സിനിമകളൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന രീതിയിലേക്ക് നമ്മളിപ്പം പുതിയ ഓരോ സിനിമകളും നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. അതിന് മലയാളത്തിൻ്റെ സൂപ്പർതാരം മോഹൻലാലിനെ അങ്ങനെ ഒരു പരീക്ഷണ ചിത്രം ചെയ്തതിൽ വളരെയധികം സന്തോഷം. ഏതായാലും അദ്ദേഹം വിചാരിച്ചെങ്കിൽ സിനിമകളൊക്കെ ഇഷ്ടം പോലെ ചെയ്യാമായിരുന്നു. അത് വിട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് അദ്ദേഹത്തിന് മുമ്പേ പറഞ്ഞ പോലെ ഒരു ഹാറ്റ്സ് ഓഫ്. ഒരു നിധി കാക്കുന്ന ഭൂതം, അതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. നല്ലൊരു
ഇങ്ങനെ സ്ക്രീനിൽ നിന്നും 3D ക്ലാസ് വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനായിട്ട് തോന്നുകയില്ല. പറോസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.